കിണറുകളിൽ നിന്നും കവിത കുഴിച്ചെടുക്കുന്ന കലാകാരൻ, നിശാശലഭങ്ങളുടെ കൂട്ടുകാരൻ, വളരെ വ്യത്യസ്തനായ ഒരു പ്രതിഭയെയാണ് ഈ ആഴ്ച നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ കവിതകളായപ്പോൾ സജി കല്യാണി എന്ന പ്രതിഭ പേരുപോലെ തന്നെ വ്യത്യസ്തനാകുന്നു. സജി കല്യാണി എന്നുള്ള പേര് വന്നത് നമ്മുടെ മുത്തശ്ശിയുടെ മുത്തശ്ശി, അതായത് അമ്മമ്മയുടെ പേരായിരുന്നു കല്യാണി. അപ്പോൾ അമ്മമ്മയുടെ പേര് നമ്മുടെ പേരിന്റെ കൂടി ചേരുമ്പോൾ പുതിയ കാലഘട്ടത്തിന്റെയും പഴയ കാലഘട്ടത്തിന്റെയും രണ്ട് പേരുകൾ തമ്മിൽ ചേരുന്ന ഒരു സന്തോഷം വായിക്കുന്നവരിലുണ്ടാവും. കാരണം നമ്മുടെ പേര് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലല്ലോ, മറ്റുള്ളവർക്ക് പറയാനും മറ്റുള്ളവർക്ക് നമ്മളെ വിളിക്കാനും വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് നമ്മുടെ പേര്. അപ്പം ആ പേര് ഒരു എന്തെങ്കിലും ഒരു കൗതുകം വേണമെന്നും അല്ലെങ്കിൽ നമ്മളെ തലമുറകളുടെ ഒരു അഭിമാന സൂചകമായിട്ട് വേണമെന്നുള്ള ഒരു ആഗ്രഹം. അച്ഛന്റെ പേരിനെക്കാട്ടും അമ്മയാണ്. അമ്മ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടല്ലോ, ആ അമ്മ എന്നുള്ള സങ്കല്പത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. കല്യാണി എന്ന് പറയുമ്പോൾ ഒരു അമ്മ അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടാവും. അമ്മ എന്ന് പറയുന്ന ഒരു ശബ്ദത്തിനുള്ള പ്രാധാന്യം ആ കല്യാണിയിൽ ഉണ്ടാവും. എപ്പോഴും അമ്മക്കാണ് പ്രാധാന്യം, അത് കഴിഞ്ഞിട്ട് അച്ഛന് പ്രാധാന്യം ഇല്ല എന്നല്ല അർത്ഥം, പക്ഷെ അമ്മയാണ് പൂർണ്ണത. ക്ഷമയും അർപ്പണ മനോഭാവവും സജിക്ക് കുഞ്ഞുനാൾ മുതലേ കൂട്ടായുണ്ട്. അമ്മൂമ്മയ്ക്കൊപ്പം വളർന്ന ബാല്യം മുതൽക്കേ പ്രകൃതിയെയും മണ്ണിനെയും സ്നേഹിക്കാൻ പഠിച്ച സജി അവരുടെ മരണമുണ്ടാക്കിയ അനാഥത്വത്തെ മറികടക്കാൻ ഏറെ പാടുപെട്ടു. അമ്മമ്മ ഞാനായിരുന്നു, ഞാൻ തന്നെയായിരുന്നു അമ്മമ്മ. അമ്മമ്മേനെ അങ്ങനെ മാറ്റി നിർത്താനോ അമ്മമ്മ അങ്ങനെ വേറൊരാള് ആണെന്ന് കാണാനോ എനിക്ക് പറ്റില്ല. കാരണം അമ്മമ്മയുടെ കൂടെ ജീവിച്ച ഒരു 38 വർഷം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ എനിക്കുള്ള എഴുത്തും വായനയും അനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും എല്ലാം തന്നത് അമ്മമ്മയാണ്. സ്നേഹം എന്നുള്ള വാക്കിന്റെ ഏറ്റവും സൂക്ഷ്മമായ അവസാന ഘട്ടത്തിൽ വരെ എത്തിച്ചത് അമ്മമ്മ. സ്നേഹം എന്താന്ന് മനസ്സിലാക്കി തന്നത് അമ്മമ്മ. 5 വയസ്സിൽ അമ്മമ്മേന്റെ കൂടെ എന്നെ വിട്ടിട്ട് പോയതാണ് അച്ഛനും അമ്മയും. പിന്നെ കാണുന്നത് 10ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. അപ്പൊ അത്രയും കാലം സ്നേഹക്കുറവ് കൊണ്ട് ഞാൻ ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല. കാരണം സ്നേഹ കൂടുതൽ കൊണ്ട് മാത്രമേ. തല്ല് കിട്ടിയിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വഴക്ക് പറയും. കാരണം അത് അന്നത്തെ കാലത്തെ ഒരു ശൈലിയാണ്. പക്ഷെ ആ ശൈലി നമ്മളെ കൂടുതൽ ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർ പറയുന്ന വാക്കുകൾ, ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എന്തെങ്കിലും ഒരു മിന്നുന്നതെല്ലാം പൊന്നെല്ലാം പറയുന്ന പോലെ എന്തെങ്കിലും ഒരു വാക്കുകൾ പറഞ്ഞുകൊണ്ട് മാത്രമേ അവർ സംസാരിക്കുള്ളൂ. ഒരു ഉപമ എന്നുള്ള വാക്കുകൾ പറഞ്ഞു തരുന്നത് അവരായിരിക്കും. അപ്പൊ മുത്തശ്ശി ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഒരു ഞാൻ തന്നെയാണത്. ആ കനത്ത ദുഃഖത്തിലൂടെ കടന്നുപോയപ്പോഴാണ് സജി തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കവിതകൾ എഴുതിയത്. അമ്മമ്മ മരിച്ചതിന് ശേഷം പിറ്റേ ദിവസം മുതൽ, അതായത് മരണത്തിന്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ പേപ്പറും പേനയും എടുത്തിരുന്നിട്ട് എഴുതാൻ തുടങ്ങി. അമ്മമ്മ, ആ വീട്, നമ്മുടെ ചുറ്റുപാടുകൾ, സങ്കടങ്ങൾ നിരന്തരം ഒരു മാസത്തോളം, അതായത് ഒരു 40 ദിവസം നിരന്തരം എഴുതി ആ മരണത്തിൽ നിന്നും ഞാൻ അതിജീവിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ ആ കവിതകളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതിയ ഏറ്റവും മനോഹരമായ കവിതകൾ. കിണറിനെ പറ്റിയും അമ്മമ്മേനെ പറ്റിയും എല്ലാം ആ സമയത്ത് എഴുതിയിട്ടുണ്ട്. ആ കവിതകളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കവിതകൾ. തന്റെ പൊള്ളുന്ന ജീവിതാനുഭവങ്ങളും തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും അതുവഴി തൊട്ടറിഞ്ഞ പ്രകൃതിയും ജീവജാലങ്ങളും സഹജീവികളോടുള്ള നിസ്വാർത്ഥ സ്നേഹവുമെല്ലാം സജിയുടെ വരികളിൽ തെളിഞ്ഞു നിൽക്കുന്നു. നോവിടങ്ങളിലെ പേമാരി പെയ്ത്താണ്. അപ്പൊ തന്നെ ചുറ്റും മഴ പെയ്യുന്നുണ്ട് നമ്മൾ ഈ എഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ. അപ്പൊ നോവിടങ്ങളിലെ ഒരു പേമാരി പെയ്ത്താണ്, അതായത് അനുഭവങ്ങളുടെ തീവ്രതയെ അലിയിച്ച് കളയുന്ന മഴ പോലെ തന്നെയാണ് സജിക്ക് എഴുത്ത്. അത് നമുക്ക് ആ കവിതകൾ ഏത് വായിച്ചാലും, കവിതകളും ലേഖനങ്ങളും വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അതുപോലെ ഞാൻ, ഭൂമി മൂടിയ വേനലിന്റെ കാമുകൻ, വിഷാദത്തിന്റെ തീയുറവ, പുകഞ്ഞ മണ്ണിന്റെ ബാക്കി. പ്രകൃതിയുമായിട്ട് അത്രമാത്രം അനുഭവങ്ങളെ പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തി അതുമായിട്ട് സമരസപ്പെട്ട് അതിൽ നിന്ന് മുളച്ചു വരുന്ന വരികൾ തന്നെയാണ് എല്ലാം. കഴിഞ്ഞ ഒരു വർഷമായി സജി നിശാശലഭങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട്. ഒരു കൗതുകത്തിന്റെ പേരിൽ തുടങ്ങിയ നിരീക്ഷണം ഇപ്പോൾ സജിക്ക് ഒരു സബരിയായി മാറിയിരിക്കുകയാണ്. ഒരു ദിവസം വന്ന് നിശാശലഭത്തിന്റെ ഫോട്ടോ എടുത്തു, 2ാമത്തെ ദിവസം വന്നെടുത്തു, 3ാമത്തെ ദിവസം വന്നെടുത്തു. പിന്നെ നോക്കുമ്പോൾ പുതിയ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ശലഭങ്ങൾ ഇങ്ങനെ നിരന്തരം വരാൻ തുടങ്ങി. ഞാനിത് നെറ്റ് കയറിയിട്ട് ഈ നിശാശലഭങ്ങളെ കൂടുതൽ ആകർഷിക്കാനുള്ള വഴി എന്താന്ന് അങ്ങനെ അന്വേഷിച്ച് നോക്കി. അപ്പോൾ ഒരുപാട് സാധ്യതകൾ പറയുന്നുണ്ട്.
പക്ഷെ ഈ സാധ്യതകളൊന്നും പരീക്ഷിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ ഒരുപാട് ശലഭങ്ങൾ നമ്മളെ തേടി വരാൻ തുടങ്ങി. ഞാൻ ഇതൊക്കെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും. അപ്പൊ എല്ലാവരും അത്ഭുതപ്പെട്ടു ഇന്ന് നിൽക്കുക. കാരണം ഒരുപാട് 10, 40, 45, 50 വയസ്സുള്ളവർ പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത തരം ശലഭങ്ങൾ ഇതിലുണ്ട് എന്ന് പറയുന്നത്. അവർ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ശലഭങ്ങൾ. അപ്പം അത് പിന്നെ ഒരു റിസർച്ച് പോലെ. ഇപ്പൊ ഒരു 5 മാസത്തോളമായിട്ട് ഞാൻ നിരന്തരം ശലഭങ്ങളുടെ പുറകെയാണ്. വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാൽ എങ്ങും പോകാറില്ല. ഈ ശലഭങ്ങളിൽ നോക്കിക്കൊണ്ട് ഈ വീടിന് ചുറ്റും ഇങ്ങനെ നടക്കും. ഈ താഴെയുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ ചോട്ട് പോയി നിൽക്കും. പിന്നെ നമ്മളെ വീടിന്റെ ഉള്ളിൽ വരുന്ന ശലഭങ്ങളെ നോക്കിയിരിക്കും. ഇപ്പൊ ഒരു 200 അല്ലെങ്കിൽ ഒരു 175-200 തരം ശലഭങ്ങളുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഒരു 4500 ഫോട്ടോ എടുത്തിട്ടാണ് അത്രയും അതിൽ നിന്ന് മാറ്റി വെച്ചത്. 4500 ഫോട്ടോ എൻ്റെ കയ്യിൽ ഇപ്പം നിലവിലുണ്ട്. അതിലൊരു 200 തരം ശലഭങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിന് തുടരും. ഇതിന്റെ മാക്സിമം ലെവൽ വരെ പോയതിനു ശേഷം ഒരു പുസ്തകമാക്കി മാറ്റണം. കാരണം കേരളത്തിലെ ലൈബ്രറികളിലും സ്കൂളുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പുസ്തകമായിട്ട് മാറും. അതിനുള്ളൊരു ആഗ്രഹം ഉണ്ട് എൻ്റെ മനസ്സിൽ. പക്ഷെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എത്രത്തോളം വിജയിക്കും നമുക്ക് പറയാൻ പറ്റില്ല. പ്രിയതേ ഹൃദയബന്ധന ശോകവാനമേ മൂകമാമനുരാഗ ശോണിത പുഷ്പമേ നോവുടഞ്ഞ പാരിജാത ഗന്ധമേ ഹൃത്തുലഞ്ഞ തപോവനിയിലെത്ര നാൾ തനിയെ അത്രമേലൂർന്നു പോകയായി ദുഃഖം പൊടിഞ്ഞ രക്തതാരകമണ്ഡലം. പ്രിയതേ ഹൃദയബന്ധന ശോകവാനമേ വരിക നീ സഖി മങ്ങും ചിരാതുകൾ തെളിക്കുക ഇരുൾ മൂടിയൊരിടം കാണുക. വരിക നീ സഖി മങ്ങും ചിരാതുകൾ തെളിക്കുക ഇരുൾ മൂടിയൊരിടം കാണുക. ഉയിരുടഞ്ഞ സൗഭഗം തണ്ടുക ഞാനാം ജലപുഷ്പം ചൂടുക. നനഞ്ഞ മണ്ണിൻ്റെ ഉള്ളിലെ ഉഷ്ണമറിയുന്ന സർപ്പഗന്ധി നനഞ്ഞ മണ്ണിൻ്റെ ഉള്ളിലെ ഉഷ്ണമറിയുന്ന സർപ്പഗന്ധി അടഞ്ഞ വാതിലുകൾ അടർത്തി നീ ഉടഞ്ഞ ജഡം കാണുക. വിദ്യാഭ്യാസമല്ല ഒരു മനുഷ്യന്റെ അറിവിന്റെ മാനദണ്ഡമെന്ന് സജിയെപ്പോലുള്ള പ്രതിഭകൾ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. വായനയിലൂടെ അത്രമാത്രം അറിവുകളാണ് ഈ മനുഷ്യൻ നേടിയിരിക്കുന്നത്. സജിയുടെ നിന്നോളം ആഴമുള്ള കിണറുകൾ, സജി ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൊഴിലിലെ കവിത കണ്ടെത്തിയ സന്ദർഭം. അത് ആ കവിതകൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ജീവിതത്തിന്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് കവിത കണ്ടെത്തുകയും അധ്വാനത്തിൽ കവിത കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം. അങ്ങനെ എന്നെ കുറച്ച് കാര്യങ്ങളിൽ സഹായിക്കാനായിട്ട് സജി വന്നു. അപ്പോൾ അങ്ങനെയാണ് സജി ഒരു ജോലി ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഒരാളെ ആസ്വദിച്ച് അധ്വാനിക്കുന്നത് എന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ പലപ്പോഴും ശില്പം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പെയിന്റ് ചെയ്യുന്നുണ്ട്, അതിലൊക്കെ അധ്വാനമുണ്ട്, എഴുതുന്നതിലും അധ്വാനമുണ്ട്, അതിലൊക്കെ ആൾക്കാർ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. പക്ഷെ തികച്ചും ഫിസിക്കലായിട്ടുള്ള കായികമായിട്ടുള്ള ഒരു അധ്വാനം ഒരു മനുഷ്യന് എങ്ങനെയാണ് സംതൃപ്തി തരുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ ശരിക്കും സജി വർക്ക് ചെയ്യുന്നില്ല. അത്രമാത്രം എൻജോയ് ചെയ്തിട്ടാണ് സജി ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു മണ്ണിൽ നിൽക്കുമ്പോഴുള്ള സംതൃപ്തി, അതൊക്കെ നമുക്ക് പലപ്പോഴും വായിച്ചറിഞ്ഞിട്ടുള്ള അനുഭവങ്ങളാണ്. കാരണം നമ്മളുടെ ചെറുപ്പം മുതൽ തന്നെ നമുക്ക് പാഠങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് അത്തരം ഒരു മേഖലയായിട്ട് നമുക്ക് വലിയ പരിചയമില്ലാതെ വളർന്നു വന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ അധ്വാനത്തെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള അത്ഭുതമായിരുന്നു. അതിനുശേഷമാണ് സജിയുടെ കൃതികൾ വായിക്കുന്നത്. ശരിക്കും വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും കൊട്ടിഘോഷിക്കുന്ന പല കവികളെക്കാളും എഴുത്തുകാരെക്കാളും എത്രയോ മുകളിലാണ് സജിയുടെ കൃതികളെന്ന് തിരിച്ചറിയുന്നത്. കിണറുപണിക്കാരനായ സജിക്ക് മണ്ണിനോടുള്ള സ്നേഹം ഓരോ എഴുത്തിലും തെളിഞ്ഞു കാണാം. തന്റെ ആദ്യ കവിതാ സമാഹാരത്തിന് നിന്നോളം ആഴമുള്ള കിണറുകൾ എന്ന പേരു നൽകിയതിലും ഈ തൊഴിലിനോടുള്ള സ്നേഹം ദർശിക്കാനാകും.
കിണറ് കവി എന്നുള്ള ഒരു പേര് വന്നതുകൊണ്ട് തന്നെ ആദ്യത്തെ പുസ്തകത്തിന് കിണറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേര് വേണമെന്ന് ശരിക്കും പറഞ്ഞ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. കിണറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പേരായിരിക്കണം പുസ്തകത്തിന് എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ നമ്മുടെ തൊടുപുഴയുള്ള വിചാരണ പബ്ലിക്കേഷൻസ് അവന്റെ ആദ്യത്തെ പുസ്തകമാണ്. അവനൊരു ദിവസം രാത്രി എന്നോട് വിളിച്ച് ചോദിക്കുന്നതാണ്, സജ്ജിയേട്ടാ നമുക്കൊരു പുസ്തകം ചെയ്യണം. ഞാൻ പറഞ്ഞ പുസ്തകം ചെയ്യാം, പക്ഷെ അങ്ങനെ ചെയ്യുന്നിട്ടും നമ്മളത് ആർക്കെങ്കിലും വേണേൽ ഒരു ഉപകാരത്തിലെത്തുന്ന രീതിയിൽ ചെയ്യണം. അല്ലാതെ വെറുതെ പുസ്തകങ്ങൾ ചെയ്യുന്ന പോലെ ആളുകൾ പുസ്തകം ചെയ്യുന്ന പോലെ ഒരു കുറെ പുസ്തകം ചെയ്തതിനെ കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല, ഈ സമൂഹത്തിനും ഒരു പ്രയോജനമില്ല. അപ്പോൾ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്ക് ഈ പുസ്തകം ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു ക്യാൻസർ പേഷ്യന്റ്, ആളെ പേര് പറയുന്നില്ല, ഒരു ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയിട്ട് ചെയ്യാന്നുള്ള തീരുമാനം എടുക്കുകയും അങ്ങനെ ആ പുസ്തകം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്യും. അങ്ങനെ ഫേസ്ബുക്കിൽ ആദ്യം പറയണ്ടെന്ന് വെച്ചു, പിന്നെ കൂട്ടുകാരുടെ എല്ലാവരുടെയും നിർബന്ധം വെച്ചിട്ട് നമ്മൾ കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പുസ്തകം ചെയ്യുന്നത് എല്ലാവരും സഹായിക്കണം പറഞ്ഞു. ഫേസ്ബുക്കിലുള്ള നമ്മളെല്ലാ കൂട്ടുകാരും, ഒരാളെന്നില്ല എല്ലാ കൂട്ടുകാരും ഒന്നിച്ച് കൈകോർത്തിട്ടാണ് ആ പുസ്തകം പബ്ലിഷ് ചെയ്തതും പിന്നെ ചെലവാക്കിയതും. ശരിക്കും എൻ്റെ കയ്യിൽ അന്ന് എൻ്റെ സമ്പാദ്യമായിട്ടുണ്ടായിരുന്ന ഒരു 40,000 രൂപ ഞാൻ ആ പുസ്തകത്തിന് വേണ്ടി ചെലവാക്കി. ആ 40,000 രൂപയടക്കം ആ ക്യാൻസർ പേഷ്യന്റിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു. വളരെ വ്യത്യസ്തമായിരുന്നു സജിയുടെ വിവാഹവും. ജീവിതത്തിൽ ഒരു കൂട്ടുവേണമെന്ന് ഒരിക്കലും സജി ആഗ്രഹിച്ചിരുന്നില്ല. ഒരു പുസ്തക പ്രകാശന ചടങ്ങിനിടെ പരിചയപ്പെട്ട പ്രമീളയും സമാന ജീവിതാനുഭവങ്ങളുള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്നാലിനി അങ്ങോട്ട് ഒരുമിച്ച് നടന്നാലോ എന്ന ചിന്ത ഇവർക്കുണ്ടായി. പരസ്പരം പച്ച ഏലക്ക കൊണ്ടുള്ള വരണമാല്യം ചാർത്തി ഒന്നുചേർന്ന ദമ്പതികൾ ഒരുപക്ഷെ ഇവരെ പോലെ വേറെ ഉണ്ടാകുമോ? അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇതുപോലെ ഒരു ഷർട്ടും ഒരു മുണ്ടും അതിന്റെ കൂടെ ഒരു ബാഗിൽ ഒരു ഷർട്ടും ഒരു മുണ്ടും എടുത്ത് 37 പുസ്തകങ്ങൾ, വായിക്കാത്ത പുസ്തകങ്ങൾ എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ വീടിന്റെ ഈ ടെറസിൽ ഈ ജാതി മരം കണ്ടോ, ഈ ജാതി മരത്തിന്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ കല്യാണം കഴിക്കുന്നത് നമ്മളെ തൊടുപുഴയുള്ള ഒരു TR ഉണ്ണി, ഞാൻ പറഞ്ഞില്ലേ പുസ്തകത്തിന്റെ പബ്ലിഷർ, അവന്റെ നാട്ടിൽ നിന്ന് ഒരു KSRTC ബസ്സിൽ കുറെ പച്ച ഏലക്ക കൊടുത്തു വിടുന്നു. അത് അവിടുന്ന് കൊരുത്ത് മാലയാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടു നമുക്ക്. പച്ച ഏലക്ക മാല, നമ്മൾ ആ 2 ഏലക്ക മാല അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിലിടുന്നു, കല്യാണം കഴിയുന്നു. ഒരു 5-6 കവിത, ആ കവിതയൊക്കെ ചൊല്ലി കഴിയുമ്പോഴേക്കും മഴ. നവംബർ 1 മഴ എന്ന് പറഞ്ഞാൽ മഴ ഇങ്ങനെ ചാറി എല്ലാവരും ഓടി അകത്ത് കയറി. അത് ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ എല്ലാവരും കിണർ കുത്തിയുടെ കല്യാണത്തിന് മഴ പെയ്തു എന്ന്. നവംബറിന് മഴ പെയ്യാന്ന് പറയുന്ന ഒരു സന്തോഷമല്ലേ. അങ്ങനെ ആ മഴയും കഴിഞ്ഞ് നമ്മളെല്ലാവരും കപ്പയും മീൻകറിയൊക്കെ കഴിച്ച് സന്തോഷത്തോടുകൂടി പിരിഞ്ഞതാണ് നമ്മുടെ കല്യാണം. പ്രളയം സജിക്ക് സമ്മാനിച്ച സൗഹൃദമാണ് ഡോക്ടർ സിജുവിന്റേത്. കഥാകൃത്തും സിനിമാ സംവിധായകനും കൂടിയായ ഡോക്ടർ സിജുവിന് സജിയുടെ കവിതകളോടും എഴുത്തുകളോടുമുള്ള സ്നേഹം സജി എന്ന മനുഷ്യനോടുമുണ്ട്. ഇന്റർനെറ്റിൽ പോലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലാത്ത നൂറുകണക്കിന് വ്യത്യസ്തങ്ങളായ നിശാശലഭങ്ങളുണ്ട് സജിയുടെ കളക്ഷനിൽ. സാധാരണ ഞാൻ ഈ ഇന്റർനെറ്റ് കയറിയിട്ട് ഇതിന്റെ പുറകെ നടന്നു നോക്കിയിട്ട് ഈ മോത്സ് എന്ന് പറയുന്നതല്ലാതെ അവര് പറയുന്ന കുറച്ച് പേരുകളുണ്ട്. അല്ലാതെ ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന ശലഭങ്ങൾക്കൊന്നും ഒരു പ്രത്യേക പേരൊന്നും ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ സ്വന്തം രീതിയിൽ ഞാൻ കുറെ പേരുകൾ ഇടാൻ തുടങ്ങി. ദേവനർത്തകി, പൊന്നി, പൊമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അതിന് പറ്റിയ പേരുകൾ ഓരോന്നിനും കണ്ടെത്തിയിട്ട്, ഇപ്പം ചിത്രാങ്കന, അങ്ങനെയുള്ള കുറെ പേരുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരുപാട് പേരുകൾ ഇട്ടിട്ടുണ്ട്. ആ പേരുകൾക്ക് എല്ലാം ഇട്ട പേരുകൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു അതിനെപ്പറ്റി ഒരു പ്രദർശനം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു 100 ശലഭങ്ങൾക്ക് ഞാനിപ്പോ പേരിട്ടിട്ടുണ്ട്. സജിയുടെ എഴുത്തിനും വായനയ്ക്കും കൂട്ടാവാൻ പ്രമീളയുണ്ട്. എന്നാലും മണ്ണിനോട് സഹവസിക്കാതെ സജിക്ക് സത്വമില്ല. കിണറുപണി അതുകൊണ്ടുതന്നെ ജീവനെ പോലെ സജി ഇഷ്ടപ്പെടുന്നു.